90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നല്ലൊരു പ്രഭാതമാകട്ടെ. സമാധാനമുള്ള ഒരു ഞായറാഴ്ചയിലേക്ക് നിങ്ങൾ കൺസ്യൂമി ഉണരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകണം. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സർക്കാർ മുന്നോട്ട് പോകുന്നു, കേന്ദ്ര സർക്കാർ എന്ന് സൂചന വരുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവരുടെയും DA വർധന മരവിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നതായി രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തു. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ട് വരികയാണ് എന്നാണ്. ഏതായാലും ഈ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ട് വരുന്നെങ്കിൽ പോലും അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അവരുടെ പ്രവർത്തനങ്ങളെ വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഈ DA വർധനവ് തൽക്കാലം മരവിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഈ വർധനവ് തടയാനായി അല്ലെങ്കിൽ മരവിപ്പിക്കാനായി നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ തടയുന്ന അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്ന കാലാവധി അടുത്ത ജൂൺ വരെ നീട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അടക്കമുള്ള ജീവനക്കാരുടെ DA വർധനവ് അത് തൽക്കാലം മരവിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 മുതലുള്ള DA വർധനവാണ് ഇപ്പോൾ മരവിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തിക അവസ്ഥ എന്താണ്, എത്രത്തോളം ദുഷ്കരമാണ് എന്നതിൻ്റെ ഒരു ചിത്രം നൽകുന്നതാണ്. ഇക്കാര്യത്തിൽ ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തും എന്നാണ്. പക്ഷേ അതിന് പറ്റുന്ന ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഏതായാലും അടുത്ത മാസങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ നിർണായകമായിട്ടുള്ളൊരു സൂചന കൂടിയായി ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. സർക്കാരിനെ സംബന്ധിച്ച് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വസ്തുത. SK. രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ ഇപ്പോൾ അമിത്ഷാ ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നു AIADMK ആയിട്ടുള്ള സഖ്യം BJP തുടരും എന്ന് തന്നെയാണ്. അതേസമയം രജനീകാന്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ച ഇന്ന് തുടങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ രജനീകാന്തുമായി കൈകോർക്കാൻ BJPക്ക് കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയം ഇളകി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ ഇക്കാര്യത്തിൽ? SK, ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഉദാഹരണം ബീഹാറാണ്. ബീഹാറിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. വിട്ടുപോയ നിതീഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരാൻ അമിത്ഷാ കാട്ടിയ താല്പര്യം, ഇപ്പോൾ ആ പാർട്ടിക്ക് അവിടെയുള്ള അവസ്ഥ, അതിന് സമാന്തരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിലും ഉരുത്തിരിയുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ ഇതിനകം തന്നെ ഈ യാത്ര നടന്നില്ലെങ്കിലും BJPയുടെ വെട്രിവേൽ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു വൈകാരിക അടുപ്പം ഉണ്ടാക്കാൻ BJPക്ക് അവിടുത്തെ ആളുകളുമായി സാധിച്ചിട്ടുണ്ട് എന്നാണ് BJP വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരവരുടെ നയപരിപാടികളൊക്കെ രൂപീകരിക്കുന്നത്. അമിത്ഷാ അവിടെ എത്തിയിരിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ പ്രാദേശിക ഘടകത്തിന് AIADMKയോടുള്ള എതിർപ്പും ദേശീയ നേതൃത്വത്തിന് AIADMKയോടുള്ള സഹകരണവും അതും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായാലും AIADMK സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമിത്ഷായ്ക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും ഒപ്പം അല്ലെങ്കിൽ അവരുടെ സഹായവും സഹകരണവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരും ആ വിധത്തിലാണ് കാര്യങ്ങളെ പരിഗണിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് അവിടെ ഒരു നേതൃത്വത്തിൻ്റെ അഭാവം BJPയെ സംബന്ധിച്ചുണ്ട്, ഒരു അഭാവം BJPയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതിന് പരിഹാരമാണ് രജനീകാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വരവ് BJPയിലൂടെ ആയാൽ അത് നേട്ടമാകും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയാണ് അമിത്ഷാ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇനി അഥവാ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് BJP ആകാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പ്രാദേശിക പാർട്ടി എന്ന രീതിയിലാണെങ്കിൽ പോലും രജനീകാന്തിനെ സഹകരിപ്പിക്കാൻ തയ്യാറാകും എന്ന വിധത്തിലേക്കുള്ള സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. SK. അതേപോലെ മറ്റൊരു കാര്യം, ഈ കർണാടകത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറിന് CBIയുടെ നോട്ടീസ് ഹാജരാകാൻ വേണ്ടി നാളെ ഹാജരാകാനാണ് നോട്ടീസ് എന്ന് പറയുന്നു. എന്താണ് CBIയുടെ പുതിയ നീക്കം? SK, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അന്വേഷണത്തെ നേരിടുകയാണ്. അദ്ദേഹത്തിന് ജയിലിലടക്കം കഴിയേണ്ടി വന്ന സാഹചര്യമുണ്ട് ED കേസിൽ. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് നോട്ടീസ്
നൽകിയിരിക്കുന്നത്. ഈ 19-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയത്. അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇന്നലെ അത് വീണ്ടും എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് തിങ്കളാഴ്ച ഹാജരാകാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 25-ാം തീയതിക്ക് മുമ്പ് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം അദ്ദേഹം ഹാജരാകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്താണ്, തുടർ നടപടികൾ എന്താണ് എന്നത് CBI തീരുമാനിക്കും. ഇതിലൊരു വിഷയം ഇപ്പോഴും ശിവകുമാർ പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളാണ് തനിക്കെതിരായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുണ്ടാകുന്നത് എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്, ഞായറാഴ്ച പ്രഭാതമാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നമ്മൾ 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു വിത്ത് TK റീജിത്ത്. ഗുഡ് മോർണിംഗ് റീജിത്ത്, ഓവർ ടു യു. 24 റൗണ്ടപ്പ് ആരംഭിക്കാം. നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ. സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദ ശബ്ദരേഖയിൽ പോലീസ് അന്വേഷണം നടത്തും. നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യത്തെ തുടർന്ന് ഹൈടെക് സെല്ലിന്റെ ചുമതലയുള്ള അഡീഷണൽ SP ES ബിജുമോന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണ ചുമതല. EDയുടെ കത്ത് ജയിൽ വകുപ്പ് മേധാവി DGPക്ക് കൈമാറി. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷ നേതാവിനും 2 മുൻ മന്ത്രിമാർക്കുമെതിരെയുള്ള അന്വേഷണത്തിൽ ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി കാത്ത് വിജിലൻസ്. കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ വിലയിരുത്തൽ. സർക്കാർ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും ആക്ഷേപം. വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയത് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പ്രത്യേക മെഡിക്കൽ സംഘം നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. കോവിഡ് വാക്സിൻ വിതരണത്തിന് മൊബൈൽ ആപ്പുമായി കേന്ദ്ര സർക്കാർ. കോവിൻ എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കും. രാജ്യത്ത് രോഗമുക്തി നിരക്ക് ഉയരുന്നു. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും 5000-ലധികം പുതിയ രോഗികൾ. സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 2000 കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. സീറ്റ് തർക്കത്തിൽ സമവായ ശ്രമവുമായി മുന്നണികൾ. 2 ചിഹ്നം ലഭിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. പള്ളികൾ ഏറ്റെടുക്കുന്നതിനെതിരെ യാക്കോബായ സഭയുടെ സൂചനാ സമരം. പള്ളികളിലും ഭദ്രാസന കേന്ദ്രങ്ങളിലും സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. കോടതി ഉത്തരവുകളുടെ മറവിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് സഭാംഗങ്ങളെ വഞ്ചിക്കുന്നുവെന്ന് ആക്ഷേപം. സംസ്ഥാനത്തുടനീളം അനിശ്ചിതകാല സമര പരിപാടികൾ സംഘടിപ്പിക്കാനും നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി BJP. AIADMKയുമായുള്ള സഖ്യം തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ. തമിഴ് സൂപ്പർ താരം രജനീകാന്തുമായുള്ള ചർച്ചകൾ വൈകുമെന്ന് സൂചന. Back to you, SK. താങ്ക് യു TK റീജിത്ത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ 24 റൗണ്ടപ്പിൽ നൽകാനുള്ളത്. നമ്മൾ മറ്റ് വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും പോവുകയാണ്. തെരഞ്ഞെടുപ്പുകൾ എന്നും ഉത്സവമാണ് മലപ്പുറം തിരൂരങ്ങാടി പ്രവാസി നഗറിൽ. ഓരോ തെരഞ്ഞെടുപ്പ് കാലമാണ് ചെറുമുക്ക് പ്രവാസി നഗർ നിവാസികൾക്ക് അവധിക്കാലം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തെരഞ്ഞെടുപ്പിന് സ്ഥിരമായി എത്തുന്നവർ എത്താതായതോടെ പ്രചാരണ ചൂട് പൂർണ്ണമായും മങ്ങിയിരിക്കുന്നു. തിരൂരങ്ങാടി പ്രവാസി നഗറിലെ മിക്ക വീട്ടിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാകും. അങ്ങനെയാണ് നന്നമ്പ്ര പഞ്ചായത്തിലെ 6ാം വാർഡ് പ്രവാസി നഗറായത്. തെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ് പലരും അവധിക്ക് നാട്ടിലെത്തുന്നത്. എന്നാൽ കോവിഡ് പ്രതിസന്ധി മാറാത്തത് കൊണ്ട് തന്നെ ഇക്കൊല്ലം അധികമാരും വന്നിട്ടില്ല. കോവിഡിന് മുമ്പേ എത്തിയവരാകട്ടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞേ മടങ്ങുന്നുള്ളൂ എന്ന തീരുമാനത്തിലാണ്. ഇലക്ഷനോടൊപ്പിച്ച് മിക്കവാറും എല്ലാവരും വരും. കാരണം നമ്മൾ ഈ ഭാഗത്തിനെ സംബന്ധിച്ച്, നമ്മളെ പ്രദേശത്തെ സംബന്ധിച്ചുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു ഉത്സവ പ്രതീതിയാണ് എല്ലാവർക്കും. പെരുന്നാളിനെക്കാട്ടൊക്കെ ഉഷാറായിട്ട് ഇലക്ഷനാണ് ആഘോഷിക്കാറ് നമ്മൾ. വാർഡിൽ ഏകദേശം 2000-ഓളം വോട്ടർമാരാണുള്ളത്. പരമ്പരാഗത ലീഗ് കോട്ട നിലനിർത്താൻ UDFും അട്ടിമറിക്കാൻ LDFും കഠിന ശ്രമത്തിലാണ്. വോട്ട് ചെയ്യാനായില്ലെങ്കിലും നാടിന്റെ രാഷ്ട്രീയം അനുനിമിഷം നിരീക്ഷിച്ച് പ്രവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ പോരാട്ടം തുടങ്ങിയതോടെ അക്കരെയും ഇക്കരെയും പ്രചാരണം ചൂടുപിടിച്ചു തുടങ്ങി. ഷഹദ് റഹ്മാൻ, 24 തിരൂർ.
ഇനി കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത വരാനുണ്ട്. KM ഷാജിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ 10 ദിവസത്തെ സമയം കഴിയുകയാണ്. അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് റീജിയണൽ മേധാവി ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ദീപക് ഇതിന്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. SKN നേരത്തെ മാരത്തോൺ ചോദ്യം ചെയ്യലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഴീക്കോട് MLA ഷാജിയെ നടത്തിയത്. കള്ളപ്പണം ഷാജിയുടെ കൈവശമുണ്ടെന്നും അനധികൃതമായ സ്വത്ത് സമ്പാദനമുണ്ടെന്നും ആരോപിച്ചുകൊണ്ടുള്ള പരാതിയിലായിരുന്നു പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞതിന് ശേഷമുള്ള ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും ഒടുവിൽ 10 ദിവസത്തെ സമയമാണ് KM ഷാജിക്ക് അനുവദിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ വരവിൽ കവിഞ്ഞതല്ല എന്നും അതുപോലെ തന്നെ കള്ളപ്പണമല്ല എന്നും തെളിയിക്കാൻ വേണ്ടിയുള്ള, അതായത് EDയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം നൽകുകയായിരുന്നു. പക്ഷേ ആ സമയം കഴിയുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ വീണ്ടും വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഷാജിയെ കടക്കും. ലഭ്യമാവുന്ന വിവരമനുസരിച്ച് EDക്ക് കൃത്യമായ ചില സംശയങ്ങളുണ്ട് ഷാജിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സ്വത്ത് വകകളെക്കുറിച്ച്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് MK മുനീർ MLAയുടെ ഭാര്യയും ഷാജിയുടെ ഭാര്യയും ഒരുമിച്ച് ഒരു സ്വത്ത് വാങ്ങിച്ചിരുന്നു എന്ന പേരിൽ INL നേതാവിൻ്റെ ഒരു പരാതിയും EDയുടെ മുൻപാകെയുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്കൊന്നും ED കടന്നിട്ടുമില്ല SKN. അതുപോലെ ദീപക്, നടിയെ ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പ്രദീപ് കുമാറിനെതിരെയുള്ള അന്വേഷണം എവിടെ വരെയായി? SKN ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അന്വേഷണ സംഘം വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. മറ്റൊരു കാര്യം, അതിലും കൂടുതൽ വിവരങ്ങൾ തമിഴ്നാട്ടിലെയും കൊച്ചിയിലെയും അതുപോലെ തൃശ്ശൂർ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ കേസ് അട്ടിമറിക്കുന്നത് തടയാൻ വേണ്ടി സർക്കാർ തന്നെ കൃത്യമായൊരു നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടി ഒരു ഭാഗത്ത് ഇൻ്റലിജൻസിൻ്റെ നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനവും സമാന്തരമായി പോലീസിൻ്റെ അന്വേഷണവും ഇത് രണ്ടും നടത്തുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള സമാനമായ നിരവധി കേസുകൾ, ഒന്നിലേറെ കേസുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെയും അതുപോലെ ഇൻ്റലിജൻസിൻ്റെയും നിരീക്ഷണത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പ്രദീപ് കുമാർ തന്നെ നൽകിയ മൊഴികളൊന്നും തന്നെ, അതായത് പോലീസിനോട് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളൊന്നും തന്നെ വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം, കാസർകോട്ടെ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. കാരണം പ്രദീപ് കുമാർ പറഞ്ഞത് ഒരു വാച്ച് വാങ്ങാൻ വേണ്ടി കാസർഗോഡ് വരെ വന്നു എന്നുള്ളതാണ്. അന്ന് മാത്രം അദ്ദേഹം ചെലവഴിച്ചത് ഭീമമായ തുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നും അല്ലെങ്കിൽ പത്തനാപുരത്ത് നിന്നും ഒരു വാച്ച് വാങ്ങാൻ കാസർഗോഡേക്ക് വരുന്നു എന്നുള്ള വാചകം തന്നെ ഒരിക്കലും വിശ്വാസയോഗ്യമല്ല. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോളിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന മുഖ്യപ്രതിയായ നടൻ്റെ ബന്ധപ്പെട്ടവരിലേക്ക് പോയ കോളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. ഇതെല്ലാം സംബന്ധിച്ച് ടവർ ലൊക്കേഷനും അതുപോലെ തന്നെ ഇവരുടെ CDRുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവവിരുദ്ധവും, എന്നാൽ ഇദ്ദേഹത്തിന് ഈ കേസ് അട്ടിമറിക്കാനുള്ള കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വരവാണ് എന്നുള്ളത് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. SKN. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമുക്ക് പ്രേക്ഷകർ പലരും പല കാര്യത്തിനായിട്ട് കാര്യങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കൻ ഡ്രീംസ് പെയ്ഡായിട്ടാണോ വാർത്ത കൊടുക്കുന്നത് എന്നൊക്കെ ചില പരിപാടികളെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഈ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. അത്തരം പെയ്ഡ് പരിപാടിയൊന്നും അല്ല അമേരിക്കൻ ഡ്രീംസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഈ പരിപാടികളൊക്കെ തയ്യാറാക്കുന്നതിന് വിശദാംശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് 24-ലൂടെ മറുപടി പറയാൻ പ്രയാസമുണ്ട്. ഇതൊരു വാർത്താ ചാനലാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേസമയം നമ്മുടെ സംസ്ഥാനത്തുടനീളം ഈ മരുന്നും ഭക്ഷണവുമായിട്ട് ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിൻ്റെ ഒരുപാട് സന്നദ്ധ സേനാംഗങ്ങൾ ഇപ്പോഴും എല്ലാ താലൂക്കിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹെൽപ്പ് ലൈൻ നിങ്ങൾ ഉപയോഗിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഈ ഹെൽപ്പ് ലൈൻ്റെ നമ്പറുകൾ നിങ്ങൾക്ക് മിക്ക പ്രേക്ഷകർക്കും അറിയാം. 6235968942, അതുപോലെ 6235969503. ഈ 2 നമ്പറിലും 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം മരുന്നോ ഭക്ഷണമോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് സഹായത്തിന് ഞങ്ങളുണ്ടാവും. അതേപോലെ ഈ ഹെൽപ്പ് ലൈൻ @24news.com എന്നൊരു ഇമെയിൽ IDയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിൻബലത്തോടെ 24 അവതരിപ്പിക്കുന്ന ഈ ഹെൽപ്പ് ലൈനിൻ്റെ സാധ്യതകൾ മുഴുവനും ആരായുക. അതേപോലെ ചില ആൾക്കാർ ചോദിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ വിദേശ നാടുകളിൽ നിന്ന് വരുമ്പോൾ പ്രവാസികൾ നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണോ കോവിഡിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ പരിപാടിയിൽ ചോദിക്കുന്നുണ്ട്. ആ സംശയങ്ങളൊക്കെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഹെൽപ്പ് ലൈൻ വഴി ചോദിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.